മാ അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ട് പഴുത്തത്. അത് ഇങ്ങോട്ട് മഞ്ഞ കളറാ. ഇതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ ഉമ്മാക്ക്? നമുക്കിന്നേ ഈ പഴുത്ത മാങ്ങ കൊണ്ട് നല്ല അടിപൊളി മാങ്ങ പുഡിങ് ഉണ്ടാക്കാം. മാങ്ങ പുഡിങ്. നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിട്ടോ. ഇതുണ്ടല്ലേ പഴം തോലൊളിയുന്ന പോലെ പൊളിഞ്ഞു വരുന്ന കേട്ടോ. കണ്ട ഞാൻ ഇതാക്കി തരാം. ഉമ്മ മുറിച്ചോ. ഉമ്മ ഇതായിട്ട് തോലൊളിയാൻ പറ്റണില്ല കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇത് മുറിച്ചിട്ട് അതിന്റെ ഇറച്ചി മാത്രം എടുക്കാന്ന്. അത് വേണ്ട, ഇങ്ങനെ കത്തിയേറ്റ് തന്നെ തോലൊളിക്കാനേ പറ്റുള്ളൂ. നല്ല പഴുത്ത മാങ്ങ ഉമ്മ എടുത്തിട്ടുള്ളത്. പുഡിങ് ഉണ്ടാക്കാൻ പഴുത്ത മാങ്ങയാണ് വേണ്ടത്. കേട്ടില്ലേ? പുഡിങ് ഉണ്ടാക്കാൻ നല്ല പഴുത്ത മാങ്ങ വേണം കേട്ടോ എടുക്കാൻ. പിന്നെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, എനിക്ക് ഇതുകൊണ്ട് ചെത്താൻ അറിയില്ല. പറയണേക്ക് നമ്മളെ വീഡിയോക്കില്ലേ സ്ഥിരം കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് സൗമ്യ നായർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവര് എപ്പോഴും ചോദിക്കുക ഷാജിക്കും ഉമ്മാക്കും സുഖല്ലേന്ന്. ഇക്കും ഉമ്മാക്കും സുഖാണ്. നല്ല സുഖായിരിക്കണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും സുഖായിരിക്കും. നമ്മുടെ മാങ്ങ തോല് ചെത്തി കഴിഞ്ഞ് ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. മാങ്ങ തോല് ചെത്തുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പം എന്തുണ്ട് വെച്ചിട്ടാ മാങ്ങയിലെല്ലാം അഴുക്കുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. മാങ്ങ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. ഇനി ഇതേപോലെ ചെറിയ കഷ്ണമാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് തോലൊക്കെ ചെത്തി നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മാങ്ങ അരിഞ്ഞെടുത്തതിന് ശേഷം 1.5 കപ്പ് മാങ്ങ ഉണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്ലമ്മ, ഇതിലിപ്പോൾ ഈ 1/2 കപ്പ് പഞ്ചസാര ഇട്ടു, മധുരം ഉണ്ടാവും അത്? ഇതിപ്പോ ഉള്ള മധുരമൊക്കെ തിന്നു ആളുകൾ പറയണത് നീ തടി കൂടിയിരിക്കുകയാണെന്ന്. ഈ മധുരം മതി. ഈ 1/2 കപ്പ് മധുരം ഇടുമ്പോൾ മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അധികം ഇട്ട് കൊടുക്കാം കേട്ടോ മക്കളെ. നമുക്കിനി ഇതിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലൊരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരയ്ക്കാം. ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുപോവാ. അര പോരാന്നൊന്നും എന്നോട് പറയരുത് കേട്ടോ. ഒന്ന് ഇളക്കി അരച്ചു കൊണ്ടുവരിക. നോക്ക്. ഹൈവ നല്ല കറക്റ്റ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതേപോലെ കരടൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് കലക്ക്. കളയല്ലേ. എന്തിനാ ഈ കോൺഫ്ലവർ പൊടി ഇടണം? ഈ കോൺഫ്ലവർ പൊടി ഇടുന്നത് നമ്മുടെ പുഡിങ് ഒന്ന് കുറച്ച് കിട്ടാനും കട്ടിയായി കിട്ടാനുമാണ് ഈ കോൺഫ്ലവർ പൊടി ഇടുന്നത്. അപ്പോഴേ അത് പുഡിങ് ആവുള്ളൂ. പുഡിങ് അല്ല, പുഡിങ്. എങ്ങനെ? എന്തെങ്കിലും അതാവുള്ളൂ. ഇത് മതി. ഇനി നമുക്ക് ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാങ്ങ ജ്യൂസില്ലേ, മാങ്ങ ജ്യൂസ് തന്നെയല്ലേ, മാങ്ങ ജ്യൂസ് പാലും മാങ്ങയും വെച്ചിട്ട് അടിച്ചു വെച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടൊന്നുമില്ല കേട്ടമ്മ. കട്ടൊന്നുമില്ല. നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീ വെച്ചിട്ട് വിടാതെ ഇങ്ങനെ തിളയ്ക്കുന്നവരെ ഇളക്കി കൊടുക്കാം. കൈ വിടാതെ ഇളക്ക്. ഞാൻ തീ കത്തിച്ചു തരാം. നമ്മളിപ്പോഴേ വിറകടുപ്പിലല്ലേ ചെയ്യണത്. അപ്പൊ ഗ്യാസിലൊക്കെ വെക്കുകയാണെങ്കിലോ? ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ചെറിയ തീയിൽ വെക്കണം. ഇപ്പം നമ്മുടെ മാങ്ങ ജ്യൂസ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ പൊടി ഒഴിച്ചു കൊടുക്കാം.
ഇത് എടുത്ത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ. അതെന്തിനാ വെച്ചാൽ ഈ പൊടി ഉള്ളിൽ കട്ട പിടിച്ചിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കണം പറഞ്ഞത്. ഇനി നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചു തരാം, നീ വിടാതെ ഇളക്കിക്കോ. ശരി ശരി. ഇനി നമുക്കിതിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഉപ്പൊക്കെ ഇളകി വരട്ട്, അങ്ങനെ ഇളക്ക്. നമ്മളിപ്പോൾ ഒഴിച്ച കോൺഫ്ലവറിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചച്ചോയ മാവിൻ്റെ ഇപ്പം നമ്മുടെ കോൺഫ്ലവറിൻ്റെ പച്ചമണമൊക്കെ മാറി വെന്ത് ഇത് കണ്ടില്ലേ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമുക്കിത് നെയ്യ് ഓയിൽ എന്തെങ്കിലും പുരട്ടിയ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ലേശം നെയ്യാണ് പുരട്ടിയിട്ടുള്ളത്. എണ്ണ പുരട്ടിയത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ മക്കളെ. ഇത് നമുക്കിനി ഒന്ന് തട്ടിക്കൊടുക്കാം. അത് അതിൽ ഉള്ളിൽ മറ്റേ കുമിളകളെല്ലാം ഒന്നും വരാതിരിക്കാൻ. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മേലെ ഒരു പാത്രം വെച്ച് മൂടിയിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കരുത്, അല്ലാതെ താഴത്തെ തട്ടിൽ വെച്ച് എടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പുഡിങ് വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കട്ട പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മാങ്ങ പുഡിങ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഇനി മക്കളെ ഇത് നമുക്ക് മുറിച്ചൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, ഞാൻ ആദ്യം കഴിച്ചോക്കാട്ടാ. കണ്ടില്ലേ, കയ്യിന്ന് പിടിച്ച് പറിച്ച് കഴിക്കുക. ഉമ്മക്ക് ഞാൻ വെച്ചെന്നാ പോരെ, ഉമ്മക്ക് തന്നില്ല, മധുരാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടമ്മ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് മാങ്ങ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വേഗം കഴിച്ചോളും. പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ പറയും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.